തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിൽ നഴ്സുമാർ സമരം നടത്തുന്നു. മാനേജ്മെന്റിന്റെ പ്രതികാര നടപടിയിൽ പ്രതിഷേധിച്ചാണ് സമരം. വിവരങ്ങളുമായി ഷീജ ചേർന്നുണ്ട്. ഷീജ, എന്താണ് ഇപ്പോഴത്തെ സമരത്തിന്റെ ഒരു പശ്ചാത്തലം? വിവരങ്ങൾ. സൗമ്യ, പ്രധാനമായും കഴിഞ്ഞ ഒരാഴ്ച തന്നെ ആശുപത്രിയിൽ നഴ്സുമാർക്കെതിരെ പ്രതികാര നടപടികൾ പല രീതിയിലുള്ള പ്രതികാര നടപടികൾ മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നുണ്ട്. ഇന്നിപ്പോൾ പ്രധാനമായും അവർ ഒരു പ്രതിഷേധത്തിലേക്ക് പോകാനുണ്ടായ കാരണം എന്ന് പറയുന്നത് ഇവിടെ കഴിഞ്ഞ ഒരാഴ്ചയായി 17-ാം തീയതി നമുക്കറിയാം നഴ്സുമാർ സംസ്ഥാനത്തൊട്ടാകെയായി സ്വകാര്യ ആശുപത്രികളിൽ സമരം അനിശ്ചിതകാല പണിമുടക്ക് സമരത്തിലേക്ക് കടക്കുമെന്ന് അറിയിച്ചിരുന്നു. അവരുടെ സമരം മുന്നിൽ കണ്ടുകൊണ്ട് നഴ്സിംഗ് വിദ്യാർത്ഥികളെ വെച്ചാണ് ഈ ജൂബിലിയിൽ ഉൾപ്പെടെ രോഗികളെ ശുശ്രൂഷിക്കാൻ വേണ്ടി മാനേജ്മെന്റുകൾ ഏർപ്പാടാക്കിയത്. അതിന്റെ ഭാഗമായിട്ട് ഇന്നിപ്പോൾ നിലവിൽ അവർക്ക് മരുന്ന് നൽകുന്നതുമായി ബന്ധപ്പെട്ട ഒരു വിഷയമാണ് ഇപ്പോൾ ഏതായാലും ഈ പ്രതിഷേധത്തിലേക്ക് കടന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും മരുന്ന് നൽകിയത് നഴ്സിംഗ് വിദ്യാർത്ഥിയായിരുന്നു. വിദ്യാർത്ഥി ഇത് ചാർട്ടിൽ രേഖപ്പെടുത്തിയില്ല. നിലവിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന നഴ്സുമാർ അവരോട് പറഞ്ഞിരുന്നത് രോഗിയുടെ ആരോഗ്യം സംബന്ധിച്ച് എന്ത് പ്രശ്നമുണ്ടായാലും അവരായിരിക്കും ഇതിന് ഉത്തരവാദി എന്നായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഇത് നേരിട്ട് നൽകാത്തത് കൊണ്ട് അവർ ആ ചാർട്ടിൽ രേഖപ്പെടുത്തിയില്ല. ഇതിനെ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഇപ്പോൾ ഏതായാലും മാനസികമായി അവർക്കെതിരെ ഒരു നടപടി, ഇത്തരത്തിൽ മാനസിക പീഡനം പോലുള്ള തരത്തിലുള്ള നടപടി മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഏതായാലും നിലവിൽ അവർ വ്യക്തമാക്കുന്നത് ഇത്തരത്തിൽ ഒരു പ്രതികാര നടപടി ഉണ്ടായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നഴ്സിംഗ് സൂപ്രണ്ട് മാപ്പ് പറയണം എന്നൊരു ആവശ്യമാണ് അവർ പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അല്ലാത്ത പക്ഷം ഈ ഒരു പ്രതിഷേധ സമരം അവസാനിപ്പിക്കില്ല എന്ന് തന്നെയാണ് അവർ വ്യക്തമാക്കുന്നത്. ഏതായാലും ഈ വിഷയം സംബന്ധിച്ച് നമുക്ക് ഇവരോട് തന്നെ ഇന്നത്തെ എന്താണ് ഇന്നുണ്ടായ വിഷയം എന്ന് സംബന്ധിച്ച് ചോദിച്ചാൽ ഇന്ന് പ്രധാനമായിട്ടും എന്താണ് നിങ്ങൾക്കെതിരെ ഉണ്ടായ വിഷയം? ഇവിടെ ഇന്ന് ഒരു വാർഡിൽ 18 പേഷ്യൻസും 2 സ്റ്റാഫുമാണ് ഉള്ളത്. രാവിലെ നഴ്സിംഗ് സൂപ്രണ്ടന്റ് റൗണ്ട്സിന് വന്ന സമയം ഫയൽ ചെക്ക് ചെയ്യുമായിരുന്നു. ചെക്ക് ചെയ്തപ്പോഴേക്കും ചാർട്ടിംഗ് ഇല്ല. ഏതൊരു പേഷ്യൻ്റെ കാര്യത്തിൽ ഇവൻ എന്ത് കാര്യമെന്ന് എനിക്ക് അറിഞ്ഞിട്ട് ഞാൻ വേറെ ഡിപ്പാർട്ട്മെൻറ്റാണ്. ചാർട്ടിംഗ് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് സ്റ്റാഫിനെ എക്സ്പ്ലനേഷൻ എഴുതാൻ പറഞ്ഞു. സ്റ്റാഫ് വില്ലിംഗ് അല്ലായിരുന്നു. ഞങ്ങൾ എക്സ്പ്ലനേഷൻ എഴുതത്തില്ല, ഇത്രയും പേഷ്യൻ്റ് ഉള്ള സ്ഥിതിക്ക് ഞങ്ങൾക്ക് എന്തായിരുന്നാലും പേഷ്യൻസ് കെയർ കഴിഞ്ഞിട്ടേ ഉള്ളൂ ബാക്കി കാര്യം, ഞങ്ങൾ ഡ്യൂട്ടി കഴിഞ്ഞ് പോകുന്നതിന് മുന്നേ എന്തായിരുന്നാലും ഫയൽ കംപ്ലീറ്റ് ചെയ്താൽ പോരെ എന്ന് ചോദിച്ചു. എന്തായിരുന്നാലും എക്സ്പ്ലനേഷൻ എഴുതണമെന്ന് കൺഫേം ചെയ്ത് പറഞ്ഞു. അപ്പോഴും നമ്മൾ UN അറിയിക്കുകയുണ്ടായിരുന്നു, ഇങ്ങനെ മെൻ്റൽ ഹരാസ്മെൻ്റ് ആണെന്ന കാര്യം അറിയിച്ചു. അപ്പോഴേക്ക് സിബി ചേട്ടനാണ് വന്നിട്ട് അച്ഛനെ കണ്ട് സംസാരിച്ചു, മാനേജിങ് ഡയറക്ടറിനെ കണ്ട് സംസാരിച്ചു. അപ്പോഴേക്കും അച്ഛൻ നമ്മളെല്ലാവരും പുറത്തിറങ്ങി നിൽക്കുകയായിരുന്നു. സ്വാഭാവികമായിട്ട് നമ്മൾ ആരുടെയെങ്കിലും ഒരാളെ പോലും വിളിപ്പിച്ചിട്ടില്ല, നിങ്ങൾക്ക് എന്ത് പ്രശ്നമാണെന്ന് പോലും ചോദിക്കാതെയാണ് പോലീസ് വന്നത്. അതിനെ തുടർന്നാണ് നമ്മുടെ കൂടെ നമുക്ക് ഒപ്പം നിൽക്കാനായിട്ട് നമ്മുടെ കൂട്ടുകാരെ എത്തിയത്. അതോടൊപ്പം തന്നെ ഇവർ നേരിടുന്ന മറ്റൊരു വിഷയം എന്ന് പറയുന്നത് ഇത്തരത്തിൽ, അതായത് ഗർഭിണികളാകുന്ന നഴ്സുമാരോട് അവരോട് ജോലിയിൽ നിന്നും അവർ രാജിവെച്ച് പോകണം എന്നൊരാവശ്യവും മാനേജ്മെന്റ് ഇവരോട് ഉന്നയിക്കുന്നുണ്ട്. ഇതിലും വലിയ പ്രതിഷേധം തന്നെയാണ് നഴ്സുമാർക്കുള്ളത്. ഈ വിഷയത്തിലും നമുക്ക് അവരോട് പ്രതികരണം ആരായും. എന്താണ് ഈ വിഷയത്തിൽ പ്രധാനമായും നിങ്ങൾ പ്രഗ്നന്റ് ആവുന്നവരോട് ജോലി വിട്ടു പോകുക, അങ്ങനെ ഒരു ആവശ്യം മാനേജ്മെന്റ് ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്? അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ 1-2 സ്റ്റാഫ് പ്രഗ്നൻ്റ് ആയവരടുത്തെല്ലാം അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലീവില്ല, നിങ്ങൾ റിസൈൻ ചെയ്ത് പോയിക്കോളാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിനോടെല്ലാത്തിനോടുള്ള ഒരു പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണോ ഈ സമരം? അതെ. നിങ്ങൾ പ്രധാനമായിട്ട് സമരത്തിന് ഇറങ്ങിയതല്ല ഞങ്ങൾ നഴ്സുമാർ ഇന്ന് ഹറാസ്മെന്റ് ഒരുപാടുണ്ടായി. എക്സ്പ്ലനേഷനൊക്കെ എഴുതിപ്പിച്ചതുകൊണ്ട് അത് സംസാരിക്കാൻ വേണ്ടി അച്ഛൻ്റെ റൂമിൻ്റെ അവിടെ ഫ്രണ്ടിൽ പോയപ്പോഴാണ് ഞങ്ങളെല്ലാവരും കണ്ടിട്ട് അച്ഛൻ പോലീസിനെ വിളിച്ചു. അച്ഛൻ പുറത്തോട്ട് വരികയോ ഞങ്ങളോട് സംസാരിക്കുകയോ ചെയ്തിട്ടില്ല. അല്ലാതെ ഒരു പ്രകോപനം ഇല്ലാതെയാണ് പോലീസിനെ വിളിച്ചത്. ഇത്രയും വഴക്ക് പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പറയുകയോ ഞങ്ങൾ വേറെ ഒന്നും ചെയ്തിട്ടില്ല. നഴ്സിംഗ് സൂപ്രണ്ട് വന്ന് ഫുൾ വഴക്ക് പറഞ്ഞിട്ട് പോയെങ്കിലും ഞങ്ങൾ അതിനെ ഒന്നും പ്രതികരിച്ചില്ല. എക്സ്പ്ലനേഷൻ ലെറ്റർ എഴുതിയിട്ട് കയറിയാൽ മതി എന്ന് ഫൈനലൈസ് ചെയ്ത് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. തീർച്ചയായിട്ടും മാനേജ്മെന്റിന്റെ ഭാഗത്തു നിന്നും ഇത്തരത്തിൽ അവരൊരു പ്രതിഷേധത്തിലേക്ക് കടന്നിട്ട് പോലും ഇതിന്റെ കാര്യകാരണങ്ങളെക്കുറിച്ച് ഇതുവരെയോ മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഒരു നീക്കവും ഉണ്ടായിട്ടില്ല. കാര്യങ്ങൾ ആരായുകയോ അവരോട് ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തിരക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഇത്തരത്തിൽ നേരിട്ട് പോലീസിനെ അറിയിക്കുകയായിരുന്നു. ഏതായാലും നഴ്സിംഗ് സൂപ്രണ്ടിന്റെ നടപടിയിലും മാനേജ്മെന്റിന്റെ നടപടിയിലും വലിയ പ്രതിഷേധം തന്നെയാണ് നഴ്സുമാർക്കുള്ളത്. അതുകൊണ്ട് തന്നെ അത്തരത്തിൽ നഴ്സിംഗ് സൂപ്രണ്ടിന്റെ ഭാഗത്തു നിന്നും അവർ മാപ്പ് പറയണമെന്നൊരു ആവശ്യമാണ് പ്രധാനമായും നഴ്സുമാർ മുന്നോട്ട് വയ്ക്കുന്നത്. എന്നാൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏതായാലും നഴ്സിംഗ് സൂപ്രണ്ട്
ആശുപത്രികളുടെ ഭാഗത്തു നിന്നും മാപ്പ് പറയുന്ന ഒരു നടപടി ഉണ്ടാകില്ല എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ മാനേജ്മെന്റുമായി ബന്ധപ്പെടുമ്പോൾ അറിയാൻ സാധിക്കുന്നത്. സൗമ്യ, ഷീജ, നമുക്കറിയാം പ്രത്യേകിച്ച് ഈ തുടർച്ചയായ ദിവസങ്ങളിൽ നഴ്സുമാർ മറ്റു വിഷയങ്ങളിൽ നടത്തുന്ന ഒരു സമരമൊക്കെ നിലനിൽക്കുന്നു, അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രതിഷേധം, സർക്കാർ ഇടപെടുന്ന അത്തരം ഒരു അവസരം പോലും നിലനിൽക്കുമ്പോഴും മാനേജ്മെന്റുകൾ പലതും തങ്ങളുടെ സ്റ്റാഫുകളോട് യാതൊരു കരുണയും ഇല്ലാത്തൊരു നടപടിയാണ് സ്വീകരിക്കുന്നത്. ഇത്തരത്തിൽ മാനസികമായി ഹരാസ് ചെയ്യുന്ന ഒരു തരത്തിലേക്കൊക്കെ പോകുമ്പോൾ, പ്രത്യേകിച്ച് അവിടെ പോലീസിനെ കൊണ്ടുവന്ന് സംഭവം കൂടുതൽ പ്രശ്നമുള്ളതാക്കുന്നൊരവസ്ഥ അവിടെ ഉണ്ടാക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുമ്പോൾ UNA അടക്കമുള്ള അസോസിയേഷനുകളുടെ ഒരു നിലപാട് എന്താണ്? ഇവിടെ അവർ ഇടപെട്ടിട്ടുണ്ടെന്നാണ് നേരത്തെ അവരുടെ വാക്കുകളിൽ നിന്ന് വ്യക്തമായത്. അവരുടെ നിലപാട് എങ്ങനെയാണ്? തീർച്ചയായും UNA ഉൾപ്പെടെയുള്ളവർ ഈ വിഷയത്തിൽ ഇടപെട്ട് കഴിഞ്ഞിട്ടുണ്ട്. അവർ സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് തന്നെ പ്രതിഷേധമായി ഇങ്ങോട്ടേക്ക് എത്തിയിട്ടുണ്ട്. അവർ ഇവരുടെ സമരത്തിന്, പ്രതിഷേധത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ് ഇവർക്കൊപ്പം പങ്കുചേരുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ഒരാഴ്ചയായി തന്നെ എല്ലാ സ്വകാര്യ ആശുപത്രികളും വലിയ നടപടികൾ, പ്രത്യേകിച്ചും ഇത്തരത്തിൽ നഴ്സിംഗ് സമൂഹം ഒരു സമരത്തിലേക്ക് കടക്കുന്നു. അതിനെ നേരിടാൻ വേണ്ടി പല രീതിയിലുള്ള നടപടികൾ എടുത്തിരുന്നു. അതിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ നഴ്സിംഗ് വിദ്യാർത്ഥികളെ ഉപയോഗിച്ചുകൊണ്ട് ചികിത്സ ആശുപത്രികളുടെ പ്രവർത്തനം നടത്താം എന്നൊരു തീരുമാനത്തിലേക്ക് അവർ എത്തിയത്. ഇത് തന്നെയാണ് ഇപ്പോൾ ഏതായാലും കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കുന്നതും ഇവരുടെ പ്രതിഷേധം ഇത്തരത്തിലൊരു പ്രതിഷേധം ആരംഭിക്കാൻ വേണ്ടിയിട്ട് കാരണമായിരിക്കുന്നതും. ഏതായാലും മാനേജ്മെന്റുകളുടെ ഭാഗത്തു നിന്നും യാതൊരു തരത്തിലുള്ള നടപടിയും ഈ വിഷയത്തിൽ ഒരു അനുനയ ശ്രമമോ അത്തരത്തിലുള്ള ഒരു നീക്കവും മാനേജ്മെന്റ് ഭാഗത്തു നിന്നും ഉണ്ടാകുന്നില്ല എന്ന് തന്നെയാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. മാനേജ്മെന്റ് അവരുടെ നേരത്തെ സ്വീകരിച്ചതുപോലെയുള്ള പ്രതികാര നടപടികളുമായി മുന്നോട്ട് പോകുക, അത് തന്നെയാണ് മാനേജ്മെന്റ് ഇപ്പോഴും തുടരുന്നത്. ഇത് അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ് പ്രധാനമായും ഈ നഴ്സുമാർ ആവശ്യപ്പെടുന്നത്. സൗമ്യ, അതായത് ഷീജ, ഇതിപ്പോൾ ട്രിവാൻഡ്രം നഗരത്തിൽ തന്നെയുള്ള ഒരു ഹോസ്പിറ്റലാണ്. രോഗികൾ സ്ട്രഗിൾ ചെയ്താലും ഇവർക്ക് ഇത്തരത്തിൽ നിലപാടെടുക്കുന്ന നഴ്സുമാർക്ക് യാതൊരു ഇളവും കൊടുക്കില്ല എന്നൊരു സൂചന കൂടി മാനേജ്മെന്റ് മുന്നോട്ട് വെക്കുന്നുണ്ടോ? പ്രത്യേകിച്ച് വിദ്യാർത്ഥികളായുള്ളവർ നഴ്സുമാരുടെ സ്ഥാനത്ത് വരുന്നു. അവിടെ ചർച്ചയ്ക്ക് പോലും, ഇവർ പറഞ്ഞ അനുസരിച്ച് ചർച്ചയ്ക്ക് പോലും തയ്യാറാകുന്നില്ല. അവരെ ഒന്ന് കണ്ട് എന്താണ് സംഭവിച്ചത് എന്ന് പോലും ആരായുന്നില്ല എന്നൊക്കെ പറയുമ്പോൾ ഈ സമരത്തെ പൊതുവെ മാനേജ്മെന്റുകൾ നേരിടുന്ന ഒരു ശൈലി തന്നെയാണോ ഇവിടെയും വ്യക്തമാകുന്നത്? ഷീജ, തീർച്ചയായും അവരുടെ ആ രീതിയിലുള്ള ഒരു പ്രതികാര നടപടി, അതിന്മേൽ മാനേജ്മെന്റ് ഏകാധിപത്യപരമായ ഒരു സ്വഭാവം, അത് തന്നെയാണ് നമുക്ക് ഇവിടെയും കാണാൻ സാധിക്കുന്നത്. നമുക്കറിയാം ഇതിനു മുൻപും കഴിഞ്ഞ 2 ആഴ്ചയായി തന്നെ വലിയ സമരങ്ങളാണ് സംസ്ഥാനത്തുടനീളമായി സ്വകാര്യ ആശുപത്രികളിൽ ഉടലെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിന്റെ ഭാഗമായി തന്നെ അതേ വിഷയം തന്നെയാണ് ഇവിടെയും ഉയർന്നു വരുന്നത് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതിഷേധം ഇവരുടെ തുടരാൻ തന്നെയാണ് തീരുമാനം. ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് ഇവർ വ്യക്തമാക്കിയിട്ടുള്ളത്. അത്തരത്തിൽ ഒരു പ്രതികാര സ്വഭാവത്തിലേക്ക് തന്നെയാണ് മാനേജ്മെന്റുകളും നീങ്ങുന്നത്. ഏതായാലും ഇതിന് UNAയും ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചിട്ടുണ്ട്. UNAയുടെ ഭാരവാഹി കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിലവിൽ എന്താണ് UNA ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്ന ഒരു നടപടി? ഇതിൽ പ്രധാനമായും ഇവിടുത്തെ നഴ്സുമാർ നേരിടുന്ന വലിയ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഇതിപ്പോ സംഘടന ഇവിടെ രൂപീകരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളാണ് ഇവിടെ. കാരണം കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഇവിടുത്തെ നഴ്സുമാർ കൂടി UNA ഉണ്ടാക്കാൻ തീരുമാനിച്ചു. അവർ മെമ്പർഷിപ്പ് ഫോം എല്ലാം ഫില്ല് ചെയ്യുന്നു. അന്ന് തുടങ്ങിയ പ്രശ്നങ്ങളാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത്. ഇപ്പോൾ അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ എന്തെങ്കിലും ഒരു കേസ് ഉണ്ടാക്കാൻ, ഒരു മെഡിക്കൽ ലീഗൽ കേസ് ഉണ്ടാക്കി ഇവിടുത്തെ നിന്ന് ഞങ്ങളുടെ സിസ്റ്റർമാരെ പുറത്താക്കാനുള്ള നടപടി മുന്നോട്ട്. ഇന്നിപ്പോൾ അടുത്ത ആഴ്ച സമരമാണ്. ആ സമരം മാനേജ് ചെയ്യാൻ വേണ്ടി ഒരു വിദ്യാർത്ഥികൾ വിട്ട് ജോലി എടുപ്പിക്കണം. വിദ്യാർത്ഥികൾ വിട്ട് ഒരു മരുന്ന് കൊടുപ്പിച്ചു. ആ മരുന്ന് ഞങ്ങളുടെ സിസ്റ്റർ എഴുതി വെച്ചില്ല എന്നുള്ള പേരിൽ സിസ്റ്ററെ വഴക്ക് പറയുക, അതുപോലെ സിസ്റ്റർ മറ്റുള്ളവർ ഡോക്ടർമാരെ വിട്ട് വഴക്ക് പറയിപ്പിക്കുകയും ചെയ്തു. ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ, ഇത് നമ്മളിപ്പോൾ അംഗീകരിച്ചു കൊടുത്താൽ നാളെ ഈ സിസ്റ്ററുടെ പേരിൽ മെഡിക്കൽ ലീഗൽ കേസ് വരും. അപ്പോൾ അത് നമുക്ക് ഒരിക്കലും അംഗീകരിച്ചു കൊടുക്കാൻ കഴിയില്ല. അത് മാത്രമല്ല, ഇവിടെ 9 മാസം ഗർഭിണിയായവരോട് പോലും ഇവർ രാജിവെച്ച് പോകണം, അതായത് അവർ ലീവ് തരില്ല, രാജിവെച്ച് പോകണം എന്നുള്ളതാണ് ഇവരുടെ നിലപാട്. 4 വർഷമായ ട്രെയിനുകൾ ഇവിടെയുണ്ട്. ഈ തിരുവനന്തപുരം ജില്ലയിലും മറ്റെല്ലാ ആശുപത്രികളിലും 3 ഷിഫ്റ്റ് ഡ്യൂട്ടി ഉള്ളപ്പോൾ ഇവിടെ മാത്രം രാവിലെ 8 മണിക്ക് കയറി കഴിഞ്ഞാൽ 5 മണിക്ക് ഇറങ്ങാക്കുള്ളൂ. നൈറ്റിന് 5 മണിക്ക് കയറി കഴിഞ്ഞാൽ രാവിലെ 8 മണിക്ക് ഇറങ്ങാം. 2 ഷിഫ്റ്റ് ഡ്യൂട്ടി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇവിടെ ഈ തിരുവനന്തപുരത്ത് ഈ ആശുപത്രികളിൽ ഏറ്റവും കൂടുതൽ പീഡനം നടക്കണമെന്ന് പറയുന്നവരും ഇങ്ങനൊരു സംഘടന ഉണ്ടാക്കി എന്ന പേരിൽ ഈ സംഘടന ഉണ്ടാക്കാതിരിക്കാൻ വേണ്ടി ഇപ്പോൾ തന്നെ മാനേജ്മെൻറ്റ് എടുക്കുന്ന നിലപാട്, ഇവിടെ സംഘടനയില്ല, സംഘടനാ പ്രതിനിധികളെ സംസാരിക്കാൻ കഴിയില്ല, അവർക്ക് വേണമെങ്കിൽ സ്റ്റാഫുമായിട്ട് മാത്രം സംസാരിക്കാന്നുള്ളൂ. അപ്പോൾ അത്തരത്തിലുള്ള നിലപാടിൽ സംഘടന ഉണ്ടാക്കാൻ അല്ലെങ്കിൽ സംഘടിക്കാൻ ശ്രമിക്കുന്ന നഴ്സുമാരെ ഇവിടെ നിന്ന് പറഞ്ഞു കൊടുക്കുക എന്നുള്ള നിലപാടുമായാണ് മാനേജ്മെൻറ്റ് മുന്നോട്ട് പോകുന്നത്. ഇത്തരത്തിലാണെങ്കിൽ UNA ശക്തമായി പ്രതികരിക്കും. ഇന്നിപ്പോൾ ആശുപത്രിയുടെ പ്രവർത്തനത്തെ വലിയ രീതിയിൽ ബാധിച്ചിട്ടില്ല. വരും ദിവസങ്ങളിൽ അങ്ങനെ തന്നെ സമരം ചെയ്യേണ്ട അവസ്ഥയാണുള്ളത്. കാരണം ഇതൊരു സഭയുടെ കീഴിലുള്ള ആശുപത്രി. പക്ഷേ ഇവിടെ നിന്ന് ഇത്രയും നമ്മൾ പ്രതീക്ഷിച്ചിരുന്നില്ല. ഇതിനകത്ത് പീഡനത്തിൻ്റെ പരമകോടി എന്ന് വേണമെങ്കിൽ പറയണം. കാരണം 5 വർഷമായ സിസ്റ്റർമാർ, 7 വർഷമായ സിസ്റ്റർമാർ 5000 രൂപ ശമ്പളത്തിൽ 6000 രൂപ ശമ്പളത്തിൽ ജോലി വന്നു. ഇവിടെ പഠിച്ച കുട്ടികൾ 4 വർഷം വരെയും ശമ്പളം ഇല്ലാതെ ജോലി. പുറത്തുനിന്ന് വന്നവർ
4 വർഷം എക്സ്പീരിയൻസ് ഉള്ള സിസ്റ്റർ ഇവിടെ വന്നിട്ട് ശമ്പളമില്ലാതെ ഇപ്പോൾ 6 മാസമായി ജോലി ചെയ്യുന്നു. അപ്പോൾ ഇവിടെ മര്യാദ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നഴ്സുമാർക്ക് ഇവിടെ ചെയ്തു കൊടുക്കാത്ത സ്ഥലമാണ്. പക്ഷേ അതൊന്നും ഞങ്ങളിപ്പോൾ ചോദ്യം ചെയ്തില്ല. പക്ഷേ സംഘടന ഉണ്ടാക്കുന്നതിൻ്റെ പേരിൽ ഇങ്ങനെ പ്രതികാര നടപടികളെടുത്ത് സ്റ്റാഫുമാരെ പുറത്താക്കാനുള്ള ശ്രമമാണ് ഇവിടുത്തെ നഴ്സിംഗ് സൂപ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് വരുന്നത്. അപ്പോൾ അതാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു പ്രതിഷേധമായി പുറത്തേക്ക് ഇറങ്ങിയത്. ഇനി തുടർന്ന് അതായത് പ്രത്യേകിച്ചും ഇവർ പ്രധാനമായും മുന്നോട്ട് വെക്കുന്നത് എന്താണ്, ഏത് രീതിയിൽ കാര്യങ്ങൾ പോകണം, അതായത് നഴ്സുമാർ മാനേജ്മെന്റിനോട് ആവശ്യപ്പെടുന്നത് എന്തൊക്കെയാണ്? 2 കാര്യങ്ങൾ. ഒന്ന് ഈ നടപടികൾ, കാരണം കഴിഞ്ഞ 2-3 ദിവസങ്ങളായി നടക്കുന്ന നടപടികളാണ്. ഒന്ന്, ഇവർ പേഷ്യൻ്റെ ചാർട്ടിൻ്റെ ഫോട്ടോ കോപ്പി എടുത്തുകൊണ്ട് പോകുന്നു. അതുപോലെ തന്നെ എഴുതിയിട്ടേക്കണ കംപ്ലയിൻറ്റ് ബോക്സിനകത്ത് വേറെ കംപ്ലയിൻറ്റ് ചെയ്തിരുന്നു. ഇതെല്ലാം ഈ സ്റ്റാഫിന് അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയുടെ നേതൃത്വം നിൽക്കുന്നവരെ പുറത്താക്കാൻ വേണ്ടി ചെയ്യുന്ന നിലപാടാണ്. അപ്പോൾ ഇനി അത്തരത്തിലുള്ള നടപടികൾ ഉണ്ടാവില്ലതും ആ നഴ്സിംഗ് സൂപ്രണ്ട് മാപ്പ് പറയുകയും വേണം. ഒന്ന്. രണ്ടാമത്തെ കാര്യം, നാളെ മുതൽ എന്തായാലും ഡ്യൂട്ടിക്ക് തിരിച്ച് കയറി കഴിഞ്ഞാൽ ഇവർ 7:30, 1:30 എന്നുള്ള ഡ്യൂട്ടി ഷിഫ്റ്റിലേക്ക് കയറുള്ളൂ. ഷിഫ്റ്റ് ഡ്യൂട്ടി അല്ലാതെ രാവിലെ തൊട്ട് രാത്രി വരെ പണിയെടുക്കാനും ഞങ്ങളെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അത് കൃത്യമായി ഷിഫ്റ്റ് ഡ്യൂട്ടി ആക്കി തരണം. അതുപോലെ തന്നെ ഇവിടുത്തെ 4 വർഷവും 3 വർഷവുമായ ട്രെയിനുകൾ ഇപ്പം നിലനിൽക്കുന്ന നിയമം അനുസരിച്ച് 1 വർഷം കഴിഞ്ഞാൽ ഇവരെ ട്രെയിനിങ് പീരീഡ് പാടില്ലെന്നാണ്. ആ നിയമം അനുസരിച്ച് ഇവിടുത്തെ എല്ലാ ട്രെയിനുകളെയും സ്ഥിരമാക്കണം. ഇത്രയാണ് ഞങ്ങളുടെ ഇപ്പോഴത്തെ ആവശ്യങ്ങൾ. തീർച്ചയായിട്ടും ഈ രീതിയിലുള്ള ആവശ്യങ്ങൾ തന്നെയാണ് പ്രധാനമായും നഴ്സുമാർ, ഇവിടുത്തെ ജൂബിലി ആശുപത്രിയിലെ നഴ്സുമാരായാലും ഇവർക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചെത്തിയിട്ടുള്ള UNA ആയാലും വ്യക്തമാക്കുന്നത് ഈ ഒരു ആവശ്യം അംഗീകരിക്കുക, അതുവരെ ഏതായാലും ഈ പ്രതിഷേധവുമായി മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് തന്നെയാണ് അവർ പ്രധാനമായും ആവശ്യപ്പെടുന്നത്. സൗമ്യ. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്. നിരവധിയായ ആശുപത്രി മാനേജ്മെന്റുകൾ നഴ്സുമാരോട് സ്വീകരിക്കുന്ന സമീപനം അതിന്റെ ഒരു ഉദാഹരണമാണ് തിരുവനന്തപുരം ജൂബിലി ആശുപത്രിയിൽ നിന്നും റിപ്പോർട്ട് ചെയ്തത് ഷീജ.